അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ട്. അതിലെ ഒന്നാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഫസ്റ്റ് പാർട്ടിലെ തദ്രീബാത്ത് വർക്കുകളൊക്കെ വേണമെങ്കിൽ മുന്ന ഷാഹിൽ മദ്രസ വേൾഡ് എന്ന ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റ് സെക്ഷൻ പോയിട്ട് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം നമുക്ക് ഈ പാഠം ഒന്ന് നോക്കാം. അദ്ദറസുൽ അവൽ, ഒന്നാമത്തെ പാഠം. വൻ ഷക്കൽ കമർ. അപ്പം ഈ പാഠത്തിൽ എന്താണ് പഠിക്കുന്നത് അതൊന്ന് നമുക്ക് വായിച്ചു നോക്കാം. അങ്ങ് നബിയാണെന്നതിന് എന്താണ് തെളിവ്? മക്കക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർണ്ണചന്ദ്രനെ രണ്ടായി പിളർത്തി കാണിച്ചു കൊടുത്തു. ഈ മൂജിസത്ത് കണ്ട് പലരും ഇസ്ലാം സ്വീകരിച്ചു. എന്താണ് മൂജിസത്ത്? മാജിദ ചോദിച്ചു. നബിമാരിലൂടെ അല്ലാഹു തആല വെളിപ്പെടുത്തുന്ന അസാധാരണ സംഭവങ്ങളാണ് മൂജിസത്ത്. ഉസ്താദ് പറഞ്ഞു. എന്തിനാണ് അല്ലാഹു തആല മൂജിസത്ത് നൽകുന്നത്? മുഫീദ ചോദിച്ചു. ഉസ്താദ്, നബിമാരാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കാനാണത്. മറ്റു നബിമാർക്കും മൂജിസത്ത് ഉണ്ടോ? ആദിൽ ചോദിച്ചു. ഉസ്താദ്, ഉണ്ട്. മൂസ നബി അലൈഹിസ്സലാമിന്റെ വടി നിലത്തിട്ടാൽ പാമ്പാകുമായിരുന്നു. അക്കാലത്തെ സാഹിര്യങ്ങൾ മൂസ അലൈഹിസ്സലാമിന്റെ മുമ്പിൽ തോറ്റുപോയി. ഈസാ നബി അലൈഹിസ്സലാം അന്ധരെയും പാണ്ഡുരോഗമുള്ളവരെയും സുഖപ്പെടുത്തി, മരിച്ചവരെ ജീവിപ്പിച്ചു. അന്നത്തെ വൈദ്യന്മാർ ഈസാ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ മുട്ടുമടക്കി. ഏറ്റവും കൂടുതൽ മുഅ്ജിസത്തുള്ള നബി ആരാണ്? ഉമൈർ ചോദിച്ചു. ഉസ്താദ്, നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇസ്രാ മിഅ്റാജ്, കൈവിരലുകൾക്കിടയിലൂടെ വെള്ളം ഉറവെടുക്കൽ, അദൃശ്യ കാര്യങ്ങൾ പ്രവചിക്കൽ, രോഗം സുഖപ്പെടുത്തൽ, ഭക്ഷണം വർദ്ധിപ്പിക്കൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളിൽ ചിലതാണിവ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ ഖുർആനാണ്. അത് എന്നെന്നും നിലനിൽക്കുകയും ചെയ്യും. അക്കാലത്തെ സാഹിത്യകാരന്മാരെ അത് അത്ഭുതപ്പെടുത്തി. ഖുർആനിലെ ഏറ്റവും ചെറിയ ഒരു സൂറത്തിന് സമാനമായതുപോലും കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇന്നും ഖുർആനിലെ ആയത്തുകൾ ശാസ്ത്രജ്ഞരെയും ചിന്തകരെയും അത്ഭുതപ്പെടുത്തുന്നു. ഗർഭസ്ഥ ശിശുവിന്റെ മാറ്റങ്ങളുടെ ഘട്ടങ്ങൾ, ഭൂമിയുടെ ആകൃതി തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ശാസ്ത്രം കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ പിൻപറ്റി ജീവിക്കുന്നവരിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അപ്പൊ ഇതോട് കൂടിയിട്ട് ഈ പാഠം കഴിഞ്ഞു. പാഠം നിങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഈ പാഠത്തിന്റെ അവസാനത്തിൽ നമുക്കൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. അൽ ഖുർആൻ ഹുവ അക്ബറുൽ മുഅ്ജിസാത്ത്. അതിന്റെ അർത്ഥം ഖുർആനാണ് ഏറ്റവും വലിയ മുഅ്ജിസത്ത്. അപ്പൊ ഈ ബോക്സിലൊക്കെ കൊടുക്കുന്നത് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കണം. ഇതൊക്കെ പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ ഒന്നാമത്തെ പ്രവർത്തനം നഖ്റഉ വനക്തുബ്, വായിച്ചിട്ട് എഴുതാനുള്ളതാണ്. സാഹിറൂൻ, അപ്പൊ അതുപോലെ എടുത്തിട്ട് നിങ്ങൾ അപ്പുറത്ത് കൊടുത്തിരിക്കുന്ന ബോക്സിൽ എഴുതുക. അൽ ഖുർആനു ഷരീഫ്, സൂറത്തുൻ, മുഅ്ജിസത്തുൻ, ആയത്തുൻ, ഇൻഷക്ക, അൽ ഖമർ, ഈസ അലൈഹിസ്സലാം. അതെല്ലാം നിങ്ങൾ അതുപോലെ എടുത്തിട്ട് ആ കൊടുത്തിരിക്കുന്ന ബോക്സുകളിൽ എഴുതുക. ഇനി നോക്കൂ, തദ്രീബാത്തിലെ രണ്ടാമത്തെ പ്രവർത്തനം നുജീബു ബി കലിമ, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 1. നബിമാരിലൂടെ അള്ളാഹു വെളിപ്പെടുത്തുന്ന അസാധാരണ സംഭവങ്ങളുടെ പേരെന്ത്? ഉത്തരം മുഅ്ജിസത്ത്. 2. മൂസ നബി അലൈഹിസ്സലാമിന്റെ ഒരു മുഅ്ജിസത്ത് എഴുതുക. ഉത്തരം മൂസ അലൈഹിസ്സലാമിന്റെ വടി നിലത്തിട്ടാൽ പാമ്പാകുമായിരുന്നു. മൂന്നാമത്തെ ചോദ്യം, ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഒരു മുഅ്ജിസത്ത് എഴുതുക. ഉത്തരം ഈസ അലൈഹിസ്സലാം അന്ധരെയും പാണ്ഡുരോഗമുള്ളവരെയും സുഖപ്പെടുത്തി. നാലാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ മുഅ്ജിസത്തുള്ള നബി ആര്? ഉത്തരം ഏറ്റവും കൂടുതൽ മുഅ്ജിസത്തുള്ള നബി നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അഞ്ചാമത്തെ ചോദ്യം, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഅ്ജിസത്ത് ഏത്? ഉത്തരം വിശുദ്ധ ഖുർആൻ. തദ്രീബാത്തിലെ മൂന്നാമത്തെ പ്രവർത്തനം നസിൽ, ചേരുംപടി ചേർക്കാനുള്ളതാണ്. ഒരു ഭാഗത്ത് നമുക്ക് നബിമാരുടെ പേരുകളും മറുഭാഗത്ത് നമുക്ക് ഓരോ നബിമാരുടെ മുഅ്ജിസത്തുകളും കൊടുത്തിട്ടുണ്ട്.
ശരിയായത് കണ്ടെത്തിയിട്ട് നമ്മൾ അവിടെ നടുവിലിരിക്കുന്ന ബോക്സിൽ എഴുതണം. നമുക്ക് ആദ്യം അതൊന്ന് വായിച്ചു നോക്കാം. മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വാലിഹ് അലൈഹിസ്സലാം, യൂസുഫ് അലൈഹിസ്സലാം. ഇനി ഇപ്പുറത്ത് നോക്കൂ. മിഹ്റാജ്, അത്ഭുത ഒട്ടകം, സ്വപ്ന വ്യാഖ്യാനം, വടി പാമ്പാക്കൽ, പാണ്ഡുരോഗികളെ സുഖപ്പെടുത്തൽ. ഇനി നമുക്ക് ഓരോന്നും കണ്ടെത്തിയിട്ട് നമുക്ക് ആ ബോക്സിൽ എഴുതാം. നോക്കൂ. മൂസ അലൈഹിസ്സലാം, അതിന് ശരിയായത് വടി പാമ്പാക്കൽ. ഈസ അലൈഹിസ്സലാം, അതിന് ശരിയായത് പാണ്ഡുരോഗികളെ സുഖപ്പെടുത്തൽ. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന് ശരിയായത് മിഹ്റാജ്. സ്വാലിഹ് അലൈഹിസ്സലാം, അതിന് ശരിയായത് അത്ഭുത ഒട്ടകം. യൂസഫ് അലൈഹിസ്സലാം, അതിന് ശരിയായത് സ്വപ്ന വ്യാഖ്യാനം. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് പോലെ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ആ ബോക്സുകളിൽ എടുത്തെഴുതുക. ഇനി നോക്കൂ, തദ്രീബാത്തിലെ 4ാമത്തെ പ്രവർത്തനം നുഫക്കിറു വനജിദ്, അതായത് പാരഗ്രാഫ് നമ്മൾ കണ്ടെത്തിയിട്ട് എഴുതാനുള്ളതാണ്. 1. ഏറ്റവും വലിയ മോജിസത്ത് ഖുർആനാണ്. തെളിവ് കണ്ടെത്തുക. നമുക്ക് ആ പ്രവർത്തനം നോക്കാം. അതിന്റെ ഉത്തരം നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോജിസത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ ഖുർആനാണ്. അത് എന്നെന്നും നിലനിൽക്കുകയും ചെയ്യും. അക്കാലത്തെ സാഹിത്യകാരന്മാരെ അത് അത്ഭുതപ്പെടുത്തി. ഖുർആനിലെ ഏറ്റവും ചെറിയ ഒരു സൂറത്തിന് സമാനമായതുപോലും കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇന്നും ഖുർആനിലെ ആയത്തുകൾ ശാസ്ത്രജ്ഞരെയും ചിന്തകരെയും അത്ഭുതപ്പെടുത്തുന്നു. ഗർഭസ്ഥ ശിശുവിന്റെ മാറ്റങ്ങളുടെ ഘട്ടങ്ങൾ, ഭൂമിയുടെ ആകൃതി തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ശാസ്ത്രം കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് നിങ്ങൾ ആ പ്രവർത്തനത്തിന്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇനി നോക്കൂ, തദ്രീബാത്തിലെ 5ാമത്തെ പ്രവർത്തനം നുൻഷിഉൽ ജുമൽ, വാക്യത്തിൽ പ്രയോഗിക്കുക. ഇവിടെ നമുക്ക് ഓരോ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ആ വാക്കുകൾ വരുന്നത് പോലെ നമ്മൾ ഓരോ വാക്യം തയ്യാറാക്കണം. നോക്കൂ, 1ാമത്തേത് ഉറവ. ആ വാക്ക് വരുന്നത് പോലെ ഒരു വാക്യം. കൈവിരലുകൾക്കിടയിലൂടെ വെള്ളം ഉറവെടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോജിസത്തുകളിൽ പെട്ടതാണ്. 2ാമത്തെ വാക്ക് സുഖപ്പെടുത്തി. ഈസാ നബി അലൈഹിസ്സലാം പാണ്ഡുരോഗമുള്ളവരെ സുഖപ്പെടുത്തി. അടുത്ത വാക്ക് നോക്കൂ, പിളർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചന്ദ്രനെ 2ആയി പിളർത്തി മക്കക്കാർക്ക് കാണിച്ചു കൊടുത്തു. അടുത്ത വാക്ക് സംഭവം. നബിമാരിലൂടെ അല്ലാഹു തആല വെളിപ്പെടുത്തുന്ന അസാധാരണ സംഭവമാണ് മൗജിസത്ത്. അടുത്ത വാക്ക് നോക്കൂ, പിൻപറ്റി. ഈ വാക്ക് വരുന്നത് പോലെ ഒരു വാക്യം. ഖുർആൻ പിൻപറ്റി നാം ജീവിക്കണം. തദ്രീബാത്തിലെ 6ാമത്തെ പ്രവർത്തനം തഹസീസ്, അസൈൻമെന്റ് ചെയ്യാനുള്ളതാണ്. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗജിസത്തുകളുടെ പട്ടിക തയ്യാറാക്കുക. നമുക്ക് ആ പ്രവർത്തനം നോക്കാം. 1. പൂർണ്ണചന്ദ്രനെ 2ആയി പിളർത്തൽ. 2. ഇസ്രാ മിഹ്റാജ്. 3. കൈവിരലുകൾക്കിടയിലൂടെ വെള്ളം ഉറവെടുക്കൽ. 4. അദൃശ്യ കാര്യങ്ങൾ പ്രവചിക്കൽ. 5. രോഗം സുഖപ്പെടുത്തൽ. 6. ഭക്ഷണം വർദ്ധിപ്പിക്കൽ. 7. വിശുദ്ധ ഖുർആൻ. അപ്പൊ ഇത്രയാണ് നിങ്ങൾ ആ പ്രവർത്തനത്തിന്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇതോട് കൂടിയിട്ട് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് വർക്കുകളൊക്കെ കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.